നിലനിൽക്കുന്നതുമെല്ലാം ഒരു മനസ്സുണ്ട്. ആ മനസ്സിൻ്റെ പിന്നിലൊരു ചൈതന്യമുണ്ട്. അതിനെ സ്പർശിക്കാൻ, അതിനെ നശിപ്പിക്കാൻ ഇതിനൊന്നും സാധ്യമല്ലെന്ന് മനസ്സിലാക്കൂ. ഇപ്രകാരമൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്തുണ്ടായി? അടുത്ത അധ്യായത്തിൽ തയേവം ശംസദോ ധർമ്മം വജപത്യുരചേതസ നൈവാഗൃണ്ണൻ ഭയത്തത്ര പലായന പരാനൃഭ. ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ പറയുകയാണ്. ഇതൊക്കെ വൃത്രാസുരൻ വിളിച്ചു പറഞ്ഞിട്ടും നൈവാഗൃണ്ണൻ, അവരുടെ ബുദ്ധി കൊണ്ട് അവർക്കിതൊന്നും ഗ്രഹിക്കാൻ സാധിച്ചില്ല. നോക്കൂ, ഇതാണ് ആത്മീയതയുടെ ദൗർബല്യം എന്ന് പറയുന്നത്, ദുർബലത എന്ന് പറയുന്നത്. ആളുകൾ ആ കുട്ടിക്കാലത്തെ ആ കൾച്ചർ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവരപ്പോഴും തെറ്റിദ്ധരിക്കും. അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചാൽ ഒക്കെ ആര് നോക്കിക്കോളും? ഒക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഏർപ്പാടാണ്. എന്നെക്കൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഗുരുവായൂരപ്പം നോക്കിയാൽ മതി എന്ന്. ഞാൻ അതിനെന്താ വെച്ചാൽ കാശ് തരാമെന്നുള്ളതാണ്. ഒക്കെ കോൺട്രാക്ട് ബിസിനസ്സായി മാറിപ്പോയി. ഇത് ദൈവമല്ല നടത്തി തരേണ്ടത്, ഇത് അവനവൻ തന്നെ ഉയർത്തിക്കൊണ്ടുവരുക തന്നെ വേണം. അതുകൊണ്ട് ഇവർക്കതൊന്നും പറഞ്ഞത് മനസ്സിലായില്ല. ഇവരെല്ലാം ഭീരുക്കളായി. ഭയത്തത്ര പലായന പരാനൃപ വിശീര്യമാണം പ്രതനാം അസുരീം അസുരക്ഷഭ കാലാനുകൂലൈസ്ത്രിദിശൈ കാല്യമാനമനാഥവൽ. അവരെല്ലാം ആ വൃത്രാസുരൻ പറയുന്നത് കേൾക്കാതെ അവിടെ നിന്നും ഭീരുക്കളായി ഓടിപ്പോ. അവിടെ നിന്ന് പിന്നീട് ധൈര്യം വന്നു ദേവന്മാർക്ക്. ഇനിയിപ്പോൾ എളുപ്പമായി. ഭയങ്കരമായ ക്രോധത്തോടുകൂടി ഇനി യുദ്ധം നടക്കുകയാണ്. ദൃഷ്ടാതപ്യത സംക്രുദ്ധ ഇന്ദ്രശത്രുമർഷിത താൻ നിവാര്യോജസാരാജൻ നിർബൽസ്യേതമുവാചഹ. അവിടെ വെച്ചിട്ട് ഇന്ദ്രനെ നോക്കിക്കൊണ്ട് വൃത്രാസുരൻ പറയുന്നു, കിംവ ഉച്ചരിതേ മാതുദ്ധാവദ്ഭിപൃഷ്ടതോ ഹതേ നഹി ബീതവതസ്ലാക്യോ ന സ്വർഗ്ഗശൂരമാനിന യതിവ പ്രദനേ ശ്രദ്ധസാരം വക്ഷുള്ളകാകൃതി അഗ്രേ തിഷ്ഠത മാത്രം നച്ചേൽ ഗ്രാമ്യസുഖേ സ്പൃഹാം. അവിടെ വെച്ചിട്ട് ആ ബ്രഹ്മാദി ദേവന്മാര്, നാണമില്ലാത്ത ദേവന്മാരോടൊക്കെ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ സ്വർഗലോകത്തിന് വേണ്ടിയിട്ടാണ് എന്നോട് യുദ്ധത്തിന് വരുന്നത്. നാണമില്ലാത്ത ആളുകളാണ് നിങ്ങൾ. കാരണം ഈ ഇന്ദ്രന് വേണ്ടി സുരഗണാൻ ക്രുദ്ധോ ഭീഷയൻ വപുഷാരിവൻ, ഈ ഇന്ദ്രന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സഹായത്തിന് വന്നിരിക്കുന്നത്. ഇവനാണെങ്കിലോ നാണം കെട്ടവനാണ്. എന്താ നാണക്കെടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം ഗുരുവിനെ അപമാനിച്ചു. ആരെ? ബൃഹസ്പതി. അത് കഴിഞ്ഞിട്ട് എൻ്റെ സഹോദരനെ ഗുരുവായി കൊണ്ടുപോയി. ആരെ? വിശ്വരൂപനെ. അവനെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൊന്നു. ഇനി എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വേറൊരു ഗുരുവിനെ കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ആരെ? ദദീജി മഹർഷി. ഇങ്ങനെയൊക്കെ നാണം കെട്ട ഇവൻ എന്നോട് യുദ്ധത്തിന് വന്നിരിക്കുന്നു. മമർദ്ധപത്യാം സ്വരസൈന്യമാധുരം നിമീലിതക്ഷം രണദംഘ ദുർമഥ ഖം ഖംബയന്നുദ്ദശൂലവോജസ നാളം വനം യൂതപതിർമതോന്മതാം വിലോക്യതം വജ്രതരോത്യമർഷിതാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ശൂലമെടുത്തു, മറ്റൊരാൾ വജ്രായുധമെടുത്തു. അങ്ങനെ ഇന്ദ്രനും വൃത്രനും തമ്മിൽ ഘോരയുദ്ധം. ആ സമയത്ത് എന്ത് ചെയ്തു? സ ഇന്ദ്രശത്രുക്കുവിദോ ഭൃശം തയാ മഹേന്ദ്രവാഹം ഗതയോക്രവിക്രമ ജഗാന കുംഭസ്ഥല ഉന്നതൻ മൃതേ തത്കർമ്മ സർവേ സമപൂജയൻ നൃപ. ആ മുഷ്ടി കൊണ്ട് ഇന്ദ്രന്റെ വാഹനമായിരിക്കുന്ന ഐരാവതത്തിന്റെ ജഗാന കുംഭസ്ഥലം ഒറ്റാഞ്ഞോങ്ങി ഒരു അടി കൊടുത്തു എന്നാണ്. കൊടുത്തതും ഇന്ദ്രന്റെ ആന തളർന്നു. ഇന്ദ്രൻ അവിടെ നിന്ന് താഴേക്ക് വീണു. എല്ലാവരും അത്ഭുതപ്പെട്ടു. എത്ര ശക്തിയോ ഈ വൃത്രാസുരന്, എത്ര ഗംഭീരനാണിവെന്ന്. അത്ര ശക്തിയിലാണ് പ്രഹരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്ദ്രൻ ഒന്ന് തളർന്നു പോയി എന്ന് പറയാണ് അവൻ്റെ മുന്നിൽ. ആ സമയത്ത് വൃത്രൻ ഇന്ദ്രന് കൊടുക്കുന്ന അതിഗംഭീരമായൊരു ഭാഗമാണ് 11-ാം അധ്യായത്തിലെ ആ വൃത്ര ഉവാച എന്നുള്ള ഭാഗം. ദൃഷ്ട്യാഭവന്മേ സമവസ്ഥിതം വിഭോ യോ ബ്രഹ്മ ഗുരുഃ പ്രാതഃ ദൃഷ്ട്യാ നൃണോദ്യാഹമസത്തമത്വയാ മശൂല നിർഭിന്ന ദൃഷദ്യതാചിരൽ. ഞാൻ നിന്റെ മുന്നിൽ നിൽക്കാൻ ലജ്ജിക്കുന്നു ഇന്ദ്ര. എന്തുകൊണ്ടാണ് ലജ്ജ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മ സ്വന്തം ഗുരുവിനെ അപമാനിച്ചവൻ, ഗുരുവിനെ നിന്ദിച്ചവൻ, എൻ്റെ സഹോദരനെ കൊന്നവൻ, ഇങ്ങനെയൊക്കെയുള്ള നിന്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് നീ ദേവേന്ദ്രനാണെങ്കിലും ശരി ഈ സംസ്കാരമില്ലാത്ത പ്രവൃത്തി ചെയ്തവനായതുകൊണ്ട് എനിക്ക് നിന്നോട് വാസ്തവത്തിൽ നിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് എന്താണ് ലജ്ജ തോന്നുന്നു എന്നാണ്. യോ നോഗ്രജാസ്യാത്മവിദോദിജാതേ ഗുരോരപാപസ്യ ദീക്ഷിതസ്യ വിശംഭ്യഗേന ശിരാസർവസ്സൽ പശോരിവാ കരുണ സ്വർഗകാമാം. സ്വർഗകാമികളായിട്ടുള്ള അവിവേകികളായിട്ടുള്ള തൻ്റെ ബ്രഹ്മസുഖത്തെക്കുറിച്ച് അറിയാത്ത ഗുരുവിനെ നിന്ദിച്ച നിങ്ങളുടെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, വളരെ നിഷ്ഠൂരമായ പ്രവൃത്തി തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, ഹ്രീ ശ്രീധയാ കീർത്തിബിരുച്ഛിതം താം സ്വകർമ്മണാം പുരുഷാധൈശ്ചകർഹ്യം കൃഷ്യേണമശൂല വിഭിന്നദേഹം അസ്പഷ്ടവഗ്നിം സപദന്തി ഗൃദ്ധ.
ഇന്ദ്ര, ഒരാൾക്ക് സ്ത്രീയും ഐശ്വര്യവും കീർത്തിയും ഇതൊക്കെ ഈ ശരീരം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന സമയത്ത്, അനുഭവിക്കുന്ന സമയത്ത്, ഇതെല്ലാം ഒരു ദിവസം നമുക്ക് കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നീ മറക്കരുത്. നിന്റെ ഈ ഉർവശിയും അപ്സരസ്സുകളും സ്വർഗലോകങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്നതാണ്. നീ നഷ്ടപ്പെടാത്തതിനെ വിട്ടിട്ടാണ് നഷ്ടപ്പെടുന്നതിൻ്റെ പിന്നാലെ ഓടിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യണമെന്ന് ഒട്ടും മോഹമില്ല. നിനക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ ഉള്ളിലുണ്ടല്ലോ, എൻ്റെ മനസ്സ് നേടിയിരിക്കുന്നത് നഷ്ടപ്പെടുന്ന സമ്പത്തല്ല, നഷ്ടപ്പെടാത്തൊരു സമ്പത്താണ്. അതുകൊണ്ട് ആ നഷ്ടപ്പെടാത്ത സമ്പത്തിൽ മനസ്സ് വെച്ചിരിക്കുന്ന എനിക്ക് നിന്നോട് യുദ്ധം ചെയ്യാൻ വാസ്തവത്തിൽ താല്പര്യമില്ല. അപ്പോൾ വൃത്രാസുരൻ ഇന്ദ്രനെ കൊല്ലാനുള്ള ശക്തിയുണ്ടെങ്കിലും, ഇന്ദ്രനെ തോൽപ്പിക്കാനുള്ള ശക്തിയുണ്ടെങ്കിലും, ഇന്ദ്രനെ തോൽപ്പിക്കുന്നതിന് പകരം ഇന്ദ്രൻ്റെ മുന്നിൽ ഇനി അങ്ങോട്ട് പറയാണ്, അതോ ഹരോമേ കുലിശേന വീര ഹർത്താ പ്രമത്തീരിവ ശിരോയദീഹ തത്രാനൃണോ ഭൂതബലിം വിദായ മനസ്സിനം പാദരജ പ്രഭസ്യേം. ഞാൻ ഭഗവാന്റെ പാദരജത്തിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന എനിക്ക് ഭഗവാൻ തന്നെയാണ് എനിക്ക് പ്രഭുവായിരിക്കുന്നത്. ആ ഭഗവാനിൽ തന്നെ മനസ്സ് വച്ചിരിക്കുന്ന എനിക്ക് എൻ്റെ ശിരസ് വേണമെങ്കിൽ നീ എടുത്തോളൂ. എനിക്ക് ഈ ശിരസിൻ്റെ ആവശ്യമില്ല, ഈ ശരീരത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ ശിരസ്സും എൻ്റെ ശരീരവും നീ എടുത്തോളൂ. പക്ഷെ എൻ്റെ മനസ്സ് ഞാൻ അർപ്പിച്ചിരിക്കുന്നത് ഭഗവാനിലാണ്. സുരേശ കസ്താന്നഹിനോ ശിവധ്രം പുരസ്ഥിതേ വൈരിണിമയ്യമോഘം മാ സംശയിഷ്ടം നഗധേന വജ്രം സ്യാ നിഷ്ഫലം കൃപണാർത്തയഞ്ചാം. എടോ ദേവേശ, ദേവരാജ, ഇതിനോട് വളരെ നിഷ്കർഷയോട് പറയാണ്, നിന്റെ വജ്രം എന്താ നീ പ്രയോഗിക്കാത്തത്? ഈ ശരീരത്തിൽ നീ കൊണ്ടുപോയിക്കോളൂ. മാ സംശയിഷ്ട, നീ സംശയിക്കുന്നു വേണ്ട ഞാനിങ്ങനെ വണങ്ങിത്തരുന്നതിന്. ഇത് നീ എടുത്തോളൂ, എനിക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്, നീ ഉപയോഗിച്ചോളൂ. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ശരീരത്തിൻ്റെ ആവശ്യമില്ല. കാരണം ശരീരം കൊണ്ട് നേടിയെടുക്കേണ്ടതെല്ലാം ഞാൻ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നന്വേഷ വജ്രസ്ത്രവശക്രതേജസ ഹരേതീജേ തപസാ തതേജിത തേരൈവ ശത്രും ജഗി വിഷ്ണുയന്ത്രിതോ യദോ ഹവിർവിജയ ശ്രീഗുണസ്തദാ. ഈ വജ്രമുണ്ടല്ലോ, വജ്രായുധമുണ്ടല്ലോ, അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യും. അത് നിന്റെ മഹത്വം കൊണ്ടല്ല അത് ചെയ്യുന്നത്. അത് ആരുടെ മഹത്വം കൊണ്ടാണ്? ഹരേദീജി തപസാ തേജിത. ആ വജ്രായുധത്തിൻ്റെ പിന്നിലൊരു മഹാത്മാവിൻ്റെ തപസ്സുണ്ട്, അദ്ദേഹത്തിൻ്റെ തേജസ്സാണത്. അത് നിന്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് പ്രഭാവം നീ കാണിക്കേണ്ടതില്ല. ആ ഒരു മഹാന്റെ ശരീരം നിനക്ക് തന്നതുപോലെ, നട്ടെല്ല് നിനക്ക് തന്നതുപോലെ ഈ ശരീരവും ഞാനും നിനക്ക് തരുന്നു. അപ്പൊ ദജീജി മഹർഷി എത്തിയിരിക്കുന്ന അതേ തലത്തിലാണ് ആരെത്തിയിരിക്കുന്നത്? വൃത്രാസുരൻ. വൃത്രാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് നട്ടെല്ല് വലിച്ചെടുക്കാൻ ഇന്ദ്രൻ പോയ സമയത്ത് നിനക്ക് എൻ്റെ നട്ടെല്ല് കൊണ്ട് പ്രയോജനം ചെയ്യുമെങ്കിൽ, ഇതാ തൻ്റെ മനസ്സിനെ പരിപൂർണമായി ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് ശരീരത്തെ വിട്ടുകൊടുത്തതുപോലെ ഇതാ വൃത്രാസുരൻ പറയുന്നു, ആ ദദീജി മഹർഷിയുടെ തപസ് കൊണ്ടുണ്ടായിട്ടുള്ള ആ നട്ടെല്ല് കൊണ്ടുണ്ടായിട്ടുള്ള വജ്രായുധം അദ്ദേഹം നിനക്ക് വിട്ടു തന്നതുപോലെ ഞാനും എൻ്റെ ശരീരത്തെ നിനക്ക് വിട്ടുതരുന്നു. നോക്കൂ ഭാഗവതത്തിൻ്റെ ഒരു മഹത്വം. അപ്പം ശരീരത്തെ വിട്ടുകൊടുക്കാൻ അവർക്ക് സാധിക്കുന്നത് അവരുടെ മനസ്സ് തളരാത്തതിന് കാരണം അവരുടെ മനസ്സ് ആരിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്? ഭഗവാനിലേക്ക്. ഇത് നമ്മൾ ദിനംപ്രതി അഭ്യസിച്ചു കൊണ്ടിരുന്നാൽ ഒരു ദിവസം നമുക്കും മരണത്തിന് വേണ്ടി ആരെ വിട്ടുകൊടുക്കാം? ഈ ശരീരത്തിനെ വിട്ടുകൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളതിനെ മുറുകെ പിടിച്ച് നമ്മൾ തെറ്റായ ധാരണയിൽ ഉറപ്പിക്കും. എന്ത്? അഹന്യഹന്യഭൂതാനി, ആളുകളൊക്കെ മരിച്ചു പോയാലും സ്ഥിരമിച്ചന്തി തേഷാം, ഞാൻ ചത്തുപോയില്ലേ ഭഗവാനെ, ഞാൻ ഇനിയും പെർമനൻ്റ് അല്ലേ, ഒരു LIC പോളിസിയും കൂടി എടുത്തേക്കാന്ന്. മരിക്കുന്നത് മുന്നിൽ കണ്ടാൽ പോലും നമുക്ക് തോന്നില്ല മരണം വരും എന്നുള്ളത്. പക്ഷെ പൂന്താനം പറയുന്നുണ്ട്, ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ. ഇതാണ് നമ്മുടെ അവസ്ഥ. എപ്പോ എവിടെ എങ്ങനെ മരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് ലോകം അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് അഹം സമാദായ മനോയതഃ സംഘർഷണത്തൽ ചരണാരവിന്ദേ ത്വൽവജ്രരംഹോലുളിതഗ്രാമ്യഭാസോ ഗതിം മുനേ യാമവിദ്ധലോകാം. എൻ്റെ മനസ്സിപ്പോ സമാധായ സമബുദ്ധിയിലാണ് എൻ്റെ മനസ്സ്. ആരിൽ നിന്നാണ് എനിക്ക് ഈ സമബുദ്ധി കൈവരിക്കാൻ സാധിച്ചത്? സംഘർഷണത്തൽ ചരണാരവിന്ദേ. ഞാൻ ആരെ ശരണം പ്രാപിച്ചിരുന്നു? എൻ്റെ ഗുരുവായി ഞാൻ സംഘർഷണമൂർത്തിയെ ശരണം പ്രാപിച്ചിരുന്നു.
ഈ വൃത്രാസുരന് ഇതെല്ലാം കിട്ടിയത് സംഘർഷണമൂർത്തിയിൽ നിന്നാണത്രേ. അങ്ങനെ ഞാൻ ഈ പരമമായ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുനേയാമ്യ വിവിധലോകാം, ഞാൻ ആ ഭഗവാന്റെ സദ്ഗതീത പ്രാപിച്ചിരിക്കുന്നു. അപ്രകാരമുള്ള എനിക്ക് പുംസാം കിലേകാന്തതിയം സ്വകാനം യാ സമ്പദോതി വിഭവമോരസായം നരാദിയൽ ദേശ ഉദ്വേഗാതിർ മതക്കലിൽ വ്യസനം സംപ്രയാസാം. ആരാണോ ഏകാന്തമായ ബുദ്ധിയോടെ ഭഗവാനിലേക്ക് മനസ്സ് തിരിച്ചിരിക്കുന്നത് അവർക്ക് ഭഗവാൻ സമ്പദോ ഭുവി ഭൗമരസായം, അവർക്ക് ഭൗതികമായ സമ്പത്തിനേക്കാൾ കൂടുതൽ ഭഗവാൻ കൊടുക്കുന്നത് തന്നെ തന്നെ കൊടുക്കുന്നതാണ്. ഭഗവാൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവരുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ട് എന്നൊരു ബോധ്യം കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാവും. ഗീതയിൽ ഭഗവാൻ പറയും, യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനി. യാ നിശാ സർവഭൂതാനാം, സർവഭൂതങ്ങൾക്കും ഏതൊരു രാത്രി, നിശ എന്ന് പറഞ്ഞാൽ രാത്രി, ഏതൊരു രാത്രി അനുഭവമാണോ ഉള്ളത് ആ സമയത്ത് വേറൊരാള് എന്ത് ചെയ്തിരിക്കണോ? ജാഗ്രതി, ഒരാള് ഉണർന്നിരിക്കണം. എല്ലാവരും ഉറങ്ങിയിരിക്കുമ്പോൾ ഒരാൾ ഉണർന്നിരിക്കണം. ഇനി ഇദ്ദേഹം ഉറങ്ങിയിരിക്കുമ്പോൾ, ഈ മുനി ഉറങ്ങിയിരിക്കുമ്പോൾ എല്ലാവരും ഉണർന്നിരിക്കണം. സോറി, അതെ, അപ്പം എല്ലാവരും ഉറങ്ങിയിരിക്കുമ്പോൾ യാ നിശ സർവഭൂതാനം തസ്യാം ജാഗ്രതി, യാ മുനി ജാഗ്രതി ആയിരിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ഉറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നത്? വാച്ച്മാൻ്റെ ജോലി ചെയ്യുന്ന ആളാണോ? കാരണം സാധാരണ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അന്ന് രാത്രിയിൽ ഉറക്കൊഴിച്ചിരിക്കുന്നത് വാച്ച്മാൻ ആയിരിക്കും, അല്ലേ? അങ്ങനെയാണല്ലോ. എന്നാൽ വാച്ച്മാൻ കിടന്നുറങ്ങുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വല്ലതും മനസ്സിലായി നിങ്ങൾക്ക്? എല്ലാവരും ഉണർന്നിരിക്കുന്നതിൽ അദ്ദേഹം ഉറങ്ങിയിരിക്കുന്നു, അദ്ദേഹം ഉണർന്നിരിക്കുന്നതിൽ എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു. മനസ്സിലായില്ല തോന്നുന്നു. ഒന്നുകൂടി വ്യക്താക്കാം. എല്ലാവരും ഉണർന്നിരിക്കുന്നതിൽ ഈ മഹാൻ ഉറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ഉറങ്ങിയിരിക്കുന്നതിൽ ഈ മഹാൻ ഉണർന്നിരിക്കുന്നു. എന്താ വ്യത്യാസമുള്ളത്? ഏതിലേക്കാണ് ഉണർന്നിരിക്കുന്നത്? ഏതാ ഉറങ്ങിയിരിക്കുന്നത്? എല്ലാവരും ഉണർന്നിരിക്കുന്നത് ഭൗതിക സമ്പത്തിലേക്കാണെങ്കിൽ ഇദ്ദേഹം അതിൽ ഉറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇതല്ല എൻ്റെ കൂടെയുള്ള സമ്പത്ത് എന്ന് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇദ്ദേഹം ഏതൊരു സമ്പത്തിലേക്കാണോ ഉണർന്നിരിക്കുന്നത് അതേത് സമ്പത്താണ്? എപ്പോഴും തൻ്റെ കൂടെ ഭഗവാനുണ്ടെന്ന സമ്പത്തിലേക്ക് ഉണർന്നിരിക്കുന്നതിൽ ബാക്കിയുള്ളവർ ഉറങ്ങിയിരിക്കണം എന്ന് വെച്ചാൽ എന്താർത്ഥം? അതാണ് സമ്പത്തെന്ന് മറ്റുള്ളവർ ധരിച്ചു വെച്ചിട്ടില്ല. ഇതൊന്നും ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നാടൻ കഥകൾ പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു, അത് വേഗം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു, ചെറുപ്പത്തിലുള്ള ആ പ്രേമമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പ്രേമിച്ച് 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 സ്വപ്നങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങി. അവളുടെ കൂടെ നടക്കുന്നതും ടൗണിൽ കൂടെ നടക്കുന്നതും വണ്ടിയിൽ പോകുന്നതും അവളില്ല സ്വപ്നത്തിൽ. അങ്ങനെ അരവട്ടായി മുഴുവട്ടാവുന്ന കണ്ട സമയത്ത് സുഹൃത്തുക്കൾ പറഞ്ഞു, നോക്കൂ ഇതൊരു അപകടം കേട്ടോ. അവൻ പിന്നെ പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ അവൾ കൂടെ ഉള്ളതുപോലെയാണ്. കൂടെയുള്ള കൂട്ടുകാരോട് ചോദിക്കും, അപ്പോൾ ബിന്ദു ഇനി എന്താ മേടിക്കേണ്ടത്? അപ്പോൾ എൻ്റെ പേര് ബിന്ദു അല്ലടാ. ഇവരൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഇത് പോയി മൂത്ത് കേസ് കുറച്ച് അപകടത്തിലാവുമെന്ന് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, ദേ ഒരു കാര്യം ചെയ്യൂ, ആ പെൺകുട്ടിയോടൊന്ന് നീ ചോദിക്കൂ നിന്നെ അവൾക്ക് വല്ല ഇഷ്ടമുണ്ടോ എന്നുള്ളത്. എന്നാൽ പിന്നെ സംഗതി ക്ലിയർ ആയല്ലോ. ഇതിപ്പോൾ വൺ വേ ട്രാഫിക്കിലാണ് പോകുന്നത് പ്രേമേ. അങ്ങനെ ഒരു ദിവസം ഇവൻ സർവ്വശക്തിയും സമാഹരിച്ച് അവളുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ബിന്ദു നിന്നെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇവിടെ ആരും ബിന്ദു ഉണ്ടാവാതിരിക്കട്ടെ, വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിന്നെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കുറേ റൊമാൻസ് പറഞ്ഞപ്പം അവളൊരൊറ്റ വാക്ക് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടാലും എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടില്ല. സുഹൃത്തുക്കൾ വിചാരിച്ചു ഒരു ആത്മഹത്യ ഉറപ്പാണ്, എന്തായാലും ഇവൻ തൂങ്ങിച്ചാവാണ്ടിരിക്കില്ല. കാരണം അത്ര സ്നേഹിച്ച പെൺകുട്ടിയാണ് മുഖത്തടിച്ച് പറഞ്ഞിരിക്കുന്നത് സ്നേഹമില്ല. എന്നാൽ പിറ്റേ ദിവസം
തൂങ്ങി മരണം ഒന്നും സംഭവിച്ചില്ല, ഇയാൾ വളരെ നോർമലായി ഒന്നുകൂടി ഉഷാറായിട്ട് ഓഫീസിൽ പോയി വന്നിരിക്കുന്നത്. എന്താ ഇവൻ വട്ടാവേണ്ട കേസായിരുന്നല്ലോ, എന്ത് പറ്റി ഇവന്? ഉടനെ അവൻ സുഹൃത്തുക്കളോ എല്ലാവരും വിളിച്ചിട്ട് ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ചായ കൊടുത്തിട്ട് പറഞ്ഞു, എന്തുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു സത്യം ബോധ്യം. അതെന്താണ്? ഞാൻ അവളെ സ്നേഹിച്ചു, സത്യമാണ്. അവൾ എന്നെ സ്നേഹിച്ചില്ല എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് എന്തുണ്ടായി? അവൾക്ക് സ്നേഹിക്കുന്ന ഒരുത്തനെ നഷ്ടപ്പെട്ടു, എനിക്കോ സ്നേഹിക്കാത്ത ഒരാളെയും നഷ്ടപ്പെട്ടു. അപ്പോൾ സ്നേഹിക്കുന്ന ഒരുത്തനെ അവൾക്ക് നഷ്ടപ്പെട്ടു, സ്നേഹിക്കാത്ത ഒരുത്തിയെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പം ചില ഭൂതങ്ങൾ എവിടെയാണോ ഉണർന്നിരിക്കുന്നത്, ഭൂതങ്ങൾ ഉണർന്നിരിക്കുന്നത് ഈ മഹർഷിക്ക് നഷ്ടപ്പെട്ടു. ഈ മഹർഷി എവിടെയാണോ ഉണർന്നിരിക്കുന്നത് അത് ഭൂതങ്ങൾക്കും നഷ്ടപ്പെട്ടു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഇരുന്നാലോചിക്കും നിങ്ങൾ. ഇതാണ് സത്യം. അപ്പം നമുക്ക് രണ്ടും വേണം, ഭൗതികവും വേണം, ആത്മീയവും വേണം. ഭൗതികതയുടെ നേരെ കണ്ണു തുറക്കുമ്പോഴും ആത്മീയത വേണം, ഭൗതികയുടെ നേരെ കണ്ണടയ്ക്കുമ്പോഴും ആത്മീയത വേണം. അങ്ങനെ നമ്മൾ ഭഗവാനെ മുറുകെ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറയുന്നു, നരാതി യദ്വേഷ ഉദ്വേഗാതിർ, മനസ്സിൽ ദ്വേഷമുണ്ടാവില്ല, ഉദ്വേഗമുണ്ടാവില്ല. മതക്കലിർ വ്യസനം സംപ്രയാസ, വ്യസനമുണ്ടാവില്ല, ദുഃഖമുണ്ടാവില്ല. കാരണം അവരുടെ കൂടെ ഭഗവാനുണ്ട്. മനസ്സെപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. യസ്മാന്നോ ധിജതേ ലോകാ ലോകാന്നോ ധിജതേച്ഛയാം ഹർഷാമർഷഭയോദ്വേഗൈ മുക്തോ യസ്സജമേ പ്രിയാം. ഹർഷം, അമർഷം, ഉദ്വേഗം, ഇതിന്നെല്ലാം അവരുടെ മനസ്സ് മുക്തമാണ്, അവരെനിക്ക് പ്രിയമാണ്. അവരുടെ മനസ്സ് കൂടുതൽ ആരോടടുത്തിരിക്കുന്നു? ഭഗവാനോട്. എന്ന് വെച്ചാൽ എന്താർത്ഥം? എന്തനുഭവം വന്നാലും അതിനെ അവർക്ക് പ്രസാദേ സർവദുഃഖാനം എങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്? പ്രസാദ ബുദ്ധിയോടുകൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വികസിപ്പിക്കാൻ സാധിച്ചാൽ ജന്മം സഫലമാവും. അതുകൊണ്ട് ഞാൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കണു, ത്രൈവർഗികായാസവിഘാതമസ്മൽ പതിർവിധത്തെ പുരുഷസ്യ ചക്രാം തദോനുമേയോ ഭഗവൽ പ്രസാദൽ യോ ദുർലഭോ അകിഞ്ചര ഗോചരാന്യേ. ത്രൈവർഗികം, അർത്ഥം കാമം ലോഭം അർത്ഥം കാമം ധർമ്മം തുടങ്ങിയതെല്ലാം ഇത് കൈവരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇത് ഏത് വ്യക്തിക്കും കൈവരിക്കാം. കുറേയൊക്കെ ശ്രീരാമസ്വാമി ധാർമ്മികനായിരുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സും പലപ്പോഴും പതറിപ്പോയിട്ടുണ്ട്. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവർക്കും ചില സന്ദർഭങ്ങളിലൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നേക്കാം. മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ നമ്മളെ ബാധിച്ചേക്കാം. എപ്പോഴും നമ്മൾ സ്വതന്ത്രരായിക്കോളുന്നില്ല. ഒരിക്കലും ഒരാളിങ്ങനെ വളരെ തിരക്കുള്ള റോട്ടിൽ കൂടെ കാർ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്, വളരെ വില കൂടിയ കാറ്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി കൈ കാണിക്കുന്നത് കണ്ടു. പിന്നെ ഒരു ശബ്ദം കേൾക്കുന്നത്, ചില്ലിൻ്റെ മുകളിൽ കല്ല് വന്ന് അടിക്കുന്നത്. ഇയാൾ ആ കാർ അവിടെ നിർത്തി, വളരെ വില കൂടിയ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊല്ലാനുള്ള ദേഷ്യത്തോടു കൂടിയിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നത്. അത്ര ദേഷ്യം വന്നു ഇദ്ദേഹത്തിന്. ആ കുട്ടിയെ, നീ ആരടാ, എവിടെ നടാ വന്ന് കുറേ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞ് അടിക്കാൻ നോക്കിയപ്പോൾ ആ കുട്ടി അയാളുടെ കാല് തൊട്ടു. എന്നിട്ട് പറഞ്ഞു, അടിച്ചോളൂ നിങ്ങൾ, എനിക്ക് വിഷമമില്ല, പക്ഷേ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് സഹായിക്കൂ നിങ്ങൾ. അപ്പം ആ കുട്ടിയെ നോക്കിയപ്പോൾ നല്ല സംസ്കാരമുള്ളൊരു വീട്ടിൽ നിന്നാണെന്ന് ഇയാൾക്കും ബോധ്യമുണ്ട്. തനി റോട്ടിൽ അലഞ്ഞു തിരിയുന്ന കുട്ടിയല്ല. ചോദിച്ചു, എന്ത് സഹായം നിനക്ക് വേണ്ടതെന്ന്. കണ്ടില്ല, ആ കട്ടറിൽ കിടക്കുന്നത് എൻ്റെ സഹോദരനാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? രണ്ട് കാലും മുറിഞ്ഞ് കിടക്കുന്ന, കാലില്ലാത്ത ഇവൻ്റെ ജ്യേഷ്ഠൻ അവിടെ കിടക്കുകയാണ്, കുടുങ്ങി കിടക്കുകയാണ്. ചോദിച്ചത് എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു, നിങ്ങളെപ്പോലൊരു ഡ്രൈവർ വണ്ടി ഓടിച്ച് വരുമ്പം ഞാൻ ജ്യേഷ്ഠനെ ഇങ്ങനെ സൈക്കിൾ ഉരുട്ടി കൊണ്ടുവരികയായിരുന്നു. എന്നിട്ട് ആ സൈക്കിൾ തട്ടിത്തെറിപ്പിച്ച് കാറ് പോയപ്പോൾ എൻ്റെ സഹോദരൻ അവിടെ വീണ് കിടക്കുകയാണ്. അവനെ താങ്ങിയെടുക്കാനുള്ള ആ വെയിറ്റ് കൊണ്ട് ഉയർത്താനുള്ള ശക്തി എനിക്കില്ല. എത്ര കാറുകൾക്ക് ഞാൻ കൈ കാണിച്ചു, ഒരാളെങ്കിലും നിർത്തണ്ടേ. അവസാനം എനിക്കിതേ തോന്നിയുള്ളൂ, ആ എൻ്റെ സഹോദരനെ ഒന്നും എടുത്തുയർത്തു. അപ്പോഴേക്കും ഇയാളുടെ മനസ്സൊക്കെ അങ്ങോട്ട് മാറി. അയാളെ പിടിച്ചുയർത്തിയപ്പോഴേക്കും കാലെല്ലാം മനസ്സിൽ പാവമുള്ള രക്തവും അതൊക്കെ പോയിട്ടുണ്ട്. വേഗം തൻ്റെ വണ്ടിയിലേക്ക് കയറ്റി എന്നിട്ട് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ പറയാണ്, അച്ഛനും അമ്മയും മരിച്ചു, മുത്തച്ഛൻ്റെ കൂടെയാണ് താമസം.
അപ്പോൾ ജ്യേഷ്ഠനെ ഒന്ന് റോട്ടിലൊന്ന് ഇറക്കിക്കൊണ്ട് നടത്തിയതാണ്. എപ്പോഴും വീട്ടിലിരിക്കല്ലേ, ഇന്നെനിക്ക് ഹോളിഡേ ആയതുകൊണ്ട് കൊണ്ട് നടന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം വരുമെന്ന് എനിക്ക് തോന്നിയില്ല, ആരും ചെയ്യുമെന്ന് തോന്നിയില്ല. പക്ഷെ ഇന്ന് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്നോട് ക്ഷമിക്കണം, അങ്ങയുടെ കാറ് കേടുവരുത്തിയതിന് ഞാൻ മുത്തശ്ശനോട് പറയാം, മുത്തശ്ശൻ സഹായിക്കും. അപ്പം അന്ന് അദ്ദേഹം എഴുതി വെച്ചു എന്നാണ് തൻ്റെ കാറിൻ്റെ പുറകിൽ, നിങ്ങൾക്കും ഇതുപോലൊരു കല്ല് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാത്ത തെറ്റിന് പോലും ചിലപ്പോൾ നമ്മൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആരോ ചെയ്ത തെറ്റാണത്, അത് പ്രകൃതിയുടെ ഒരു നിയോഗമായിരിക്കാം അത്. ഇങ്ങനെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ജീവിതത്തിൽ മനസ്സിലാക്കി വയ്ക്കൂ, ധർമ്മവും അർത്ഥവും കാമവും അത് എങ്ങനെ ആർക്ക് വേണമെങ്കിലും കൈവരിക്കാം. പക്ഷേ ഭഗവാനോട് മനസ്സ് തിരിയുന്ന ഒരാൾക്കോ ഭഗവത് പ്രസാദം അകിഞ്ചന ഗോചരാന്യേ, ഭഗവാൻ കൂടുതൽ പ്രസാദിക്കും തോറും തരുന്നത് ആരെ തന്നെയാണ്? ഭഗവാനെ തന്നെ ഭഗവാൻ തരുന്നു പറയാണ്. കൂടുതൽ കൂടുതൽ ഭഗവാനോട് അടുക്കും തോറും ഭഗവാൻ പറയുന്നു, നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാവുന്നു. അതാണ് ഭഗവാന്റെ പ്രതിജ്ഞ. നമുക്ക് ബുദ്ധി ഉറപ്പിച്ചു തരും, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട്. ഭാഗവതത്തിൽ പറയും, അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്ധിഗ്ന ബുദ്ധേരസദാത്മഭാവാൽ വിശ്വാത്മന എത്ര നിവർത്തതേഭി. ഭയം പോക്കിക്കൊണ്ട്, മനസ്സിൽ നിന്ന് ഭയത്തെ വേർതിരിച്ചുകൊണ്ട് ഭഗവാൻ എപ്പോഴും കൂടെയുണ്ടെന്ന കാര്യം ബുദ്ധിയോഗം ദദാമി തേഷാം സതതയുക്താനം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാമുപയാന്തി തേ. നിരന്തരം മനസ്സ് എന്നിലേക്ക് തിരിക്കുമ്പോൾ ഞാൻ കൂടെയുണ്ട് എന്നുള്ള ഒരു ബുദ്ധി നമ്മളിൽ ഉറച്ചു വരും. അങ്ങനെ ബുദ്ധി ഉറച്ചു വന്നാലോ, നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാമനേകമുക്താവലി സുഖപദമേ നിർമ്മല ബ്രഹ്മസിന്ധോ. നിഷ്കമ്പനം വരും, മനസ്സിന്റെ കമ്പനം കുറഞ്ഞു വരും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് ഞാൻ